ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഈസ് ACCA. സോ ഇന്ന് ഞാൻ ഡേ 2 ഓഫ് ഡബിൾ എ ക്ലാസ് ആയിരുന്നു. എൻ്റെ ക്ലാസ് കഴിഞ്ഞു. രാവിലെ 7 മണിക്കായിരുന്നു. ഞാൻ കൃത്യം 7 മണിയായപ്പോൾ എണീറ്റു. 7:01 സാറിലും കിട്ടു. ഞാൻ കയറി അങ്ങനെയായിരുന്നു. അപ്പം ഇന്നൊരു 1.5 hours ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഡേ ഇൻ മൈ ലൈഫായിട്ട് മാറ്റുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതി മേ ബി ഇപ്പം ഞാൻ കൊമേഴ്സ് എടുത്ത് തന്നെ ACC എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം കൊമേഴ്സ് പഠിക്കുന്ന ടൈമിൽ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്താണ് ഇതിൽ പഠിപ്പിക്കുന്നുണ്ടാവുക എന്നറിയാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ റിസോഴ്സസ് തപ്പിയെങ്കിലും നമുക്കൊരു ഉറപ്പായിട്ടുള്ള ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെക്കൊണ്ടാവുന്ന പോലെ ഇതിനെ പറ്റിയിട്ടുള്ള റിയൽ ACC എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളവർക്ക് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഓട്ടോമാറ്റിക്കലി ഞാൻ സാധാരണയായിട്ട് ചെയ്യാറ് എന്തെങ്കിലും ഹാമ്പർ സെറ്റ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യും. പിന്നെ പഠിക്കേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കും. ചിലപ്പം വീഡിയോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ നമ്മുടെ കടയിൽ പോകും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഡേ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെന്തോ ഇതുവരെ അപ്ലോഡ് ആയിട്ടില്ല. അപ്പോൾ അപ്ലോഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് എന്താണോ പഠിപ്പിച്ചത് ഡബിൾ എക്കകത്ത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം വിത്ത് യൂസിങ് മൈ നോട്ട്സ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒത്തിരി അങ്ങ് ലെങ്ത് ആയിപ്പോവും. ലൈക്ക് ഞാൻ എൻ്റെ ഫുൾ ഡേ ഒക്കെ ഇടുന്നു, അതിൻ്റെ കൂടെ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അത് ഒത്തിരി ലെങ്തി ആവും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു അത് എനിക്ക് റിവൈസും ആവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റി ഇതിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. സോ ഞാനിന്ന് എൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, സോ അതിന് മുമ്പേ എൻ്റെ ഒരു ഇന്നത്തെ ടു ഡു ലിസ്റ്റ്, ഞാൻ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈമൊന്നും വെച്ച് ടു ഡു ലിസ്റ്റ് ഞാൻ ചെയ്യില്ല. ബിക്കോസ് എനിക്കറിയാം ഞാൻ ടൈം വെച്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ടൈമിൽ അതൊന്നും ആയിരിക്കില്ല നടക്കുന്നത്. നമുക്ക് അർജൻറ്റായ വേറെ എന്തെങ്കിലും മാറ്റേഴ്സ് വന്നാൽ അത് മൊത്തത്തിൽ മാറും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നത്തെ ചെയ്യേണ്ട കാര്യങ്ങൾ അതെന്താണോ അത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അത് ചെയ്തിട്ട് മാക്സിമം ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. അത്രേ ഉള്ളൂ. ഇനി അത് ചെയ്യാൻ പറ്റിയില്ലെന്ന് വെച്ചിട്ട് ഭയങ്കര വറീഡൊന്നും ആവില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഡബിൾ എ ക്ലാസ്സും FRൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ വീഡിയോ ഷൂട്ടിംഗ് ഉണ്ട്, BComൻ്റെ നോക്കണം, കലണ്ടർ സെറ്റ് ചെയ്യാനുണ്ട്. കലണ്ടർ സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്രിൻ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. യെസ്, ആൻഡ് ഇതാണ് നമ്മുടെ വാംസിൻ്റെ ലോഗോ. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ നോട്ട്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത് ഇത് ഞാൻ പറഞ്ഞില്ലേ FRൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് ആയ പേപ്പറാണ്. അല്ലെ FR ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നൊരു പേപ്പറാണ് ഡബിൾ എ. അതുകൊണ്ട് തന്നെ നമ്മൾ FRൽ മെയിനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് FS നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻലി നമ്മൾ പഠിക്കുക. അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള സംഭവമാണല്ലോ. പ്രിപ്പറേഷനാണ് മെയിൻ. എന്നാൽ ഇത് നമ്മൾ ആ പ്രിപ്പറേഷൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കുന്നതാണ് ഓഡിറ്റിംഗ് എന്ന് മെയിനായിട്ട് പറയുക. അപ്പോൾ അതിൽ ചില ടേംസ് നമ്മൾ ഇത്ര നാൾ ഉപയോഗിച്ചതല്ല ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് എലമെൻറ്റ്സ് ഓഫ് FS എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള ഇൻകം, എക്സ്പെൻസ്, അതേപോലെ അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, അതാണ് ഞാൻ IEALQ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എലമെൻറ്റ്സ് ബൈ ആൻ ഓഡിറ്റർ, ഒരു ഓഡിറ്റർ എന്ന രീതിയിലാണ് നമ്മളിത് പഠിക്കുന്നത്. നമ്മൾ ഇതിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള പെർസ്പെക്റ്റീവിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായാലും നമ്മൾ ചിന്തിക്കേണ്ടതായാലും. സോ അതിൽ എലമെൻറ്റ്സ് ബൈ ആൻ ഓഡിറ്റർ എന്നുള്ള രീതി പറയുകയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻസിനെ നമ്മൾ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുക. അതേപോലെ അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി എന്നുള്ളതിനെ അക്കൗണ്ട് ബാലൻസ് എന്നാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നായിരിക്കില്ല പറയുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നത്, ഇൻകം എക്സ്പെൻസ് കാണിക്കുന്നതിനെ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ ആയിരിക്കും പറയുക. അതുപോലെ ബാലൻസ് ഷീറ്റ് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ SFP എന്ന് പറയില്ല. ഇറ്റ് വിൽ ബി കോൾഡ് ആസ് അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഡിസ്ക്ലോഷർ നോട്ട്, ഈ 3 സാധാരണയായിട്ട് നമ്മൾ FSൽ കാണിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ട്, അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഒക്കെ FSൽ പെടുന്നതാണ്. അതും നമ്മൾ ഇതിൽ കൂടെയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു ടേം മാറുന്നതാണ് ഈ ഒരു പോയിൻറ്റ്.
പിന്നെ നമ്മൾ FS പ്രിപ്പറേഷൻ എത്ര നാളത്തേക്കാണ് നമ്മളൊക്കെ അറിയാം. അതൊരു ഗോയിങ് കൺസേൺ വെച്ചിട്ടാണ് നമ്മൾ പറയുക. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഫോർസിബിൾ ഫീച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്സാക്ട്ലി അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് 12 മാസത്തേക്കാണ് ഒരു ഇത് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ഇന്ന് 12 മാസത്തേക്ക് മാത്രമേ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. 6 മന്തിൽ ഉള്ള FS പ്രിപ്പയർ ചെയ്യാം, 3 മന്തിനും FS പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പീരീഡ് ക്യാൻ ബി എനി ഷോർട്ട്, ജസ്റ്റ് ലൈക്ക് 1 വീക്കിലേക്ക് വേണമെങ്കിലും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ മാക്സിമം നമ്മൾ പറയാറുള്ളത് 1 ഇയർ ആണ്, 12 മന്താണ്. അതാണ് നമുക്ക് ഏകദേശം കാണാൻ പറ്റുന്ന, അല്ലെ ഊഹിച്ചെടുക്കാൻ മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു ഇയർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ടൈം പീരീഡ്. 6 മന്തിനെ നമ്മൾ ഇൻട്രിം FS എന്നാണ് പറയാറ്, 3 മന്തിനെ ക്വാർട്ടർലി എന്നാണ് പറയാറ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈക്വിറ്റിക്കകത്ത് ഇന്ന് പഠിപ്പിച്ചതിൽ നമുക്ക് പറയുന്നുണ്ടായിരുന്നു, ഇക്വിറ്റിക്കകത്ത് എന്തെല്ലാം പോർഷൻസ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീവാലുവേഷൻ, സർപ്ലസ്, റീറ്റേൺഡ് ഏർണിങ്സ്, അതർ ഇക്വിറ്റി, NCA, ഇതെല്ലാം നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വൈ ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ റിസർവ് എന്നുള്ളത് റീറ്റേൺ ഏർണിങ്സിൽ നിന്ന് വരുന്നതാണ്. അതേപോലെ ഇത് ഞാൻ അത്ര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പറയുന്നില്ല, ബിക്കോസ് ഞാനത് പല പോയിൻറ്റ്സായിട്ട് എഴുതി വെച്ചതാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ChatGPT ഗൂഗിളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതറിയാം. ഇത്ര മാത്രം നോക്കിയാൽ മതി, വൈ വി യൂസിങ് ഇക്വിറ്റി ഇൻ ഷെയർ ക്യാപിറ്റൽ എന്നുള്ളത്. പിന്നെ നോട്ട്സ് ഓഫ് ഡിസ്ക്ലോഷറിനെ പറ്റിയിട്ട് ഇതൊരു വളരെ ബേസിക് ആയ ഒരു പേപ്പറാണ്. ഇതിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സ് ഓഫ് ഡിസ്ക്ലോഷർ സാധാരണയായിട്ട് നമ്മൾ ഒരു ശരിക്കും ഓഡിറ്റ് ചെയ്യുന്ന ഒരു, ഇപ്പോൾ ഓഡിറ്റിൻ്റെ ഒരു റിപ്പോർട്ടിലാണെങ്കിൽ അതിൽ കോർപ്പറേറ്റ് ഇൻഫർമേഷൻ, അതായത് ബേസിക് പ്രിപ്പറേഷൻ ഓഫ് FS എന്താണ്, അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആവണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ അത് ഗോയിങ് കൺസേൺ ആണോ, അത് അക്കൗണ്ടിങ് പോളിസി, ഇൻവെൻട്രി വാലുവേഷൻ, ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ്, തേർഡ് പാർട്ടി, ഡിവിഡൻഡ്, എക്സ്ട്രാ വന്ന ഡിവിഡൻഡ്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് റീറ്റേൺ ഏർണിങ്സിൽ നമ്മൾ റിയലൈസ്ഡ് ചെയ്ത് പ്രോഫിറ്റ് ആയിരിക്കും, വിറ്റ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രോഫിറ്റ് ആയിരിക്കും കാണിക്കുക, ഒരു പർട്ടിക്കുലർ ഐറ്റം വിറ്റ് കഴിയുമ്പോൾ. പക്ഷേ റീവാല്യൂ സർപ്ലസ് നമ്മളത് വിറ്റ് കഴിയുമ്പോൾ ആയിരിക്കില്ല, അതിന് മുമ്പേ ഉണ്ടാകുന്നൊരു പ്രോഫിറ്റാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളതാണ് ഈ സംഭവങ്ങൾ. ഷെയർ ക്യാപിറ്റലിലുള്ള സാധനങ്ങൾ, ഇക്വിറ്റിയിൽ വരുന്ന ഐറ്റംസൊക്കെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് അവകാശപ്പെട്ടതാണ്. പക്ഷേ അതും ലയബിലിറ്റി പെടുന്ന ഒരു കേസാണ്, ബിക്കോസ് നമ്മുടെ ഒരു കടമയാണ് ഷെയർ ഹോൾഡേഴ്സിന് അത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബാധ്യത ആയതുകൊണ്ട് തന്നെ അതും ലയബിലിറ്റി പെടും. പിന്നെ എക്സ്ട്രാ നമ്മൾ വേറെ ബോറോ ചെയ്യുന്നതുകൊണ്ട് അതും നമുക്ക് ലയബിലിറ്റീസ് വരും. അതാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സാധാരണയായിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഒരു മെയിൻ പോയിന്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ നിന്ന് കാണിക്കേണ്ട യൂസേഴ്സ് നോർമൽ പീപ്പിൾ വരെ ഉണ്ടാവും. പക്ഷേ അവർക്ക് ഭയങ്കര എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെങ്കിലും അവർ ഭയങ്കര ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിനാൻഷ്യൽ ടേംസ് അറിയുന്നുണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ടേംസും എന്താണെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം. എന്നാലേ അവർക്കത് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കം ടു ദ പോയിന്റ് ഓഫ് ഓഡിറ്റിംഗ്. ശരിക്കും ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കാനുള്ളത് ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യം എന്താണ് ഓഡിറ്റ് എന്ന് അറിയണം. അതിനെ മെയിൻ 3 പോയിൻറ്റ്സ് ആക്കി നമുക്ക് വളരെ ഷോർട്ടാക്കാൻ പറ്റും. ഇറ്റ്സ് എക്സാമിനേഷൻ ഓഫ് FS, ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ, ഒപ്പീനിയൻ അബൌട്ട് FS. ഒപ്പീനിയൻ അബൌട്ട് FS എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ. നമ്മളിതിൽ കറക്റ്റ് എന്ന് വേണം നമുക്ക് പറയാം, പക്ഷേ അതല്ല, ആ വേർഡല്ല നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ യൂസിൽ വി യൂസ് ട്രൂ ആൻഡ് ഫെയർ, അതായത് റിയൽ ആൻഡ് റൈറ്റ് ആണോ എന്നുള്ളതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്: ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് FS of the entity in order to express an opinion on the FS, followed by that an auditor express an opinion whether the FS shows a true and fair view. അതായത് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയാൻ കാരണം, ഒരിക്കലും ഇപ്പം ഞാൻ ഓഡിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമ്പനിയിലെ ഒരാളാണ്, അപ്പോൾ നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ കമ്പനിയിൽ ഇങ്ങനെ ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ട്, അതൊന്ന് കണ്ണടച്ചേക്കണം എന്ന് പറയാൻ നിങ്ങൾ പാടില്ല. ലൈക്ക് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എനിക്കൊരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. അതിനെയാണ് ഈ ഇൻഡിപെൻഡൻറ്റ് ഉദ്ദേശിച്ചത്. എന്നെ വേറെ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല, നെവർ ഇൻഫ്ലുവൻസ്. ഓക്കെ, അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊരു എക്സാമിനേഷൻ ആണെന്ന് പറയാൻ കാരണം നമുക്ക് ഓൾറെഡി അറിയാം, സാധാരണ ഒരു ഓഡിറ്റിങ്ങിൽ നമുക്ക് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന FSലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, അതിൽ എവിഡൻസ് വെച്ച് നോക്കും, പിന്നെ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കും ഇതിലുള്ള സംഗതികളൊക്കെ ശരിയാണോ എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എൻ എക്സാമിനേഷൻ.
നമ്മളത് ഒരു സെർച്ചിങ് നടത്തുകയാണ് അതിൻ്റെയൊക്കെ റൈറ്റ്നെസ് ഒക്കെ. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ അറിയുന്നത് കൊണ്ട് അതിന് ഒരു എക്സാമിനേഷൻ എന്ന് പറയും. പിന്നെ എന്തിനാണ് ഈ ഓഡിറ്റിംഗ് നടത്തുന്നത്? ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗിവിങ് ആൻ ഒപ്പീനിയൻ ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ. ശരിയായിട്ടുള്ളതുമാണ്, അതേപോലെ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ ഈ ഒപ്പീനിയൻ കൊടുക്കുമ്പം നമുക്ക് 100% അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പം ഒരു ഓഡിറ്റ് പേപ്പർ റിപ്പോർട്ട് ഒരു FS കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലെ ഒരു കാര്യം എടുക്കണമെങ്കിൽ നമ്മളതിൽ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നൊരു സാമ്പിളിംഗ് മെത്തേഡാണ്. അപ്പോൾ ആ സാമ്പിളിംഗ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മളതിലിപ്പോൾ 10 പേരെ എടുത്തു. ഒരു ക്ലാസ്സിൽ നിന്ന് സാധാരണയായിട്ട് ടീച്ചർമാർ 10 പേരെ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ആ 10 പേരും റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്ന് വെച്ചു, 10ൽ 10 മേടിക്കുന്ന കുട്ടികളാണെന്ന് വെച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 30 വരെ ആ ക്ലാസ്സിലെ 30 വരെ നമ്മൾ അവരുടെ ബേസിസിലാണ് റിപ്പോർട്ട് ചെയ്യുക, അത് നല്ല ക്ലാസ്സാണെന്ന്. പക്ഷേ അതേപോലെ തന്നെ വേറെ ആൾ വന്നിട്ട് വേറൊരു 10 പേര് വിളിക്കുന്നു, ആ 10 പേര് അത്രയും എഫിഷ്യൻ്റ് ആയിരിക്കില്ല. അപ്പം അത് തെറ്റായിപ്പോകും. സാമ്പിളിംഗ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒപ്പീനിയൻ കംപ്ലീറ്റ്ലി അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല, 100% അഷുറൻസ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറ് റീസണബിൾ അഷുറൻസ് ആണ്. സോ ഓഡിറ്റർ പ്രൊവൈഡ്സ് എ റീസണബിൾ അഷുറൻസ് ഓൺ ദി FS ആൻഡ് ഹി വിൽ നോട്ട് ബി ഏബിൾ ടു എക്സ്പ്രസ് ആൻ അബ്സല്യൂട്ട് അഷുറൻസ് ഡ്യൂ ടു യൂസ് ഓഫ് ഓഡിറ്റ് സാമ്പിളിംഗ്. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഓഡിറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ എപ്പോഴും ഒരു ഒബ്ജക്റ്റീവായിട്ട് എടുക്കാം. നമുക്കവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ പെർസ്പെക്റ്റീവ് നമ്മൾക്ക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, പഠിച്ച് പാസ്സാവുക എന്നുള്ളതായിരിക്കും. പക്ഷേ നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവർക്ക് നമ്മളിൽ നോക്കുമ്പം നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും ഓഡിറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ് വേണം ചിന്തിക്കാൻ. ഓക്കെ. ഇനി നമുക്കിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ടേംസ് ആണ് പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസവും. ഓക്കെ. അപ്പോൾ പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്ററിന് വേണ്ട ക്വാളിറ്റിയാണത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസവും ഒരു ഓഡിറ്ററിന് വേണ്ട ക്വാളിറ്റിയാണ്. അതിൽ മെയിനായിട്ട് പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം ആ ഡിസിഷൻ ഒരു ഓഡിറ്റർ ഒരു FS ഒക്കെ നോക്കി ഓഡിറ്റ് ചെയ്ത് അതിനെപ്പറ്റി ഒരു ഡിസിഷൻ കൊടുക്കണമല്ലോ. ആ ഡിസിഷൻ കൊടുക്കുമ്പം അത് അയാളുടെ ട്രെയിനിങ്ങിനെയും എക്സ്പീരിയൻസിനെയും നോളജിനെയും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കണം. ഓക്കെ. അപ്പം ട്രെയിനിങ്ങും എക്സ്പീരിയൻസും നോളജും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾ ആ ഡിസിഷൻ എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയെ പറയുന്നതാണ്, അതൊരു ജഡ്ജ്മെൻറ്റാണ്. ആ ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നതിനെ പറയുന്നത് പ്രൊഫഷണൽ ജഡ്ജ്മെൻ്റ് എന്നാണ്. ഇനി ഈ പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റ് നമ്മൾ ഓഡിറ്റിങ്ങിലെ സ്റ്റേജസ് ആയിട്ടുള്ള പ്ലാനിങ്, എക്സിക്യൂഷൻ, കൺക്ലൂഷൻ എന്ന് പറയുന്ന 3 സ്റ്റേജസിലും യൂസ് ചെയ്യും. ഓക്കെ. ഇനി അടുത്ത ക്വാളിറ്റി ആയ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസത്തിൽ നമുക്ക് ത്രൂ ഔട്ട് ദി ഓഡിറ്റ്, ഇത് നമ്മൾ ത്രൂ ഔട്ട് ദി ഓഡിറ്റാണ്. മറ്റേത് നമ്മൾ സ്റ്റേജസാണ്, ഓരോ സ്റ്റേജസിലും മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ പ്ലാനിങ് നടത്തുമ്പോൾ ചെയ്യുന്ന കാര്യം. പക്ഷെ നമ്മൾ ഈ ഓഡിറ്റ് എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു അത് എൻഡ് ചെയ്യണത് വരെ നമ്മളതിനെ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡിൽ വേണം ചെയ്യാൻ. അത് നോട്ട് ഫുൾ ഇൻ എ ഡൗട്ട്ഫുൾ മൈൻഡ്. നമുക്കൊരു ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയമല്ലേ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഇത് ശരിയാവുമോ, അങ്ങനെയല്ല. ഇത് ഒരു സംശയാസ്പദമായ രീതി മാത്രം. നമ്മളതിനെ ക്വസ്റ്റ്യനിങ് മൈൻഡിൽ വേണം, ഇതെന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളൊരു രീതി വേണം നമ്മളതിനെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വി ഓൾവേസ് ബി അലേർട്ട് ഓഫ് മിസ്റ്റേക്ക് ബൈ ഫ്രോഡ് ആൻഡ് എറർ. അത് ഇപ്പം ഈ ഫ്രോഡിൻ്റെയും എററിൻ്റെയും ഡിഫറൻസ് നമ്മൾ പഠിക്കണം. ബിക്കോസ് ഫ്രോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ്, എറർ എന്ന് പറഞ്ഞാൽ അത് അറിയാതെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും കാരണവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല മിസ്റ്റേക്സ് ഉണ്ടാവും. സോ അതിനെപ്പറ്റിയും അലേർട്ടായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിട്ടിക്കലി അസസ് ചെയ്യാൻ പറ്റണം. ഈ 3 പോയിൻറ്റ്സാണ് ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് പ്രിൻസിപ്പൽ കോൺഫിഡൻഷ്യാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി ന്യൂ ദാറ്റ് ഇറ്റ് ഈസ് എ സീക്രട്ട്. നമ്മളൊരു സീക്രട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് കോൺഫിഡൻഷ്യാലിറ്റിയുടെ അർത്ഥം. അപ്പം ഇവിടെ ദ കോൺഫിഡൻഷ്യാലിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേസ് ദാറ്റ് ആൻ ഓഡിറ്റർ ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് എനി ഇൻഫർമേഷൻ ഇൻ റിലേഷൻ ഓഫ് എ ക്ലയൻറ്റ് ടു എ തേർഡ് പാർട്ടി അൺലെസ് ദർ ഇസ് എ ലീഗൽ ഓർ പ്രൊഫഷണൽ ഡ്യൂട്ടി ഓർ ദർ ഇസ് എ അപ്രൂവൽ ഫ്രം ദി ക്ലയൻറ്റ്.
അതായത് ഒരു ക്ലയൻറ്റിന് ഈ 2 റീസൺസ് അല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു റീസൺ വന്നാൽ അത് വെച്ചിട്ട് ഒരു ഓഡിറ്ററിന് കോൺഫിഡൻഷ്യാലിറ്റി കളയാൻ പറ്റത്തില്ല. ഇവിടെ നമുക്കിപ്പോൾ ലീഗലി പ്രൊഫഷണൽ ഒരു ഡ്യൂട്ടി ഉണ്ടെന്ന് വെച്ചാൽ ഒരു ലീഗൽ റീസൺ കൊണ്ട് നമുക്ക് എന്തായാലും മസ്റ്റ്ലി ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഒരു ഫാക്ടർ കാരണം ഒരു കമ്പനി ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്തേ പറ്റുള്ളൂ. അല്ലെ നമ്മളതെന്തായാലും അറിയിക്കേണ്ട അതോറിറ്റീനെ അറിയിക്കാതിരുന്നാൽ അത് തെറ്റായ കാര്യമാണ്. പക്ഷെ നമ്മൾ അറിയിക്കണം. അപ്പം അങ്ങനെ നമുക്ക് അറിയിക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്കിത് എവിടെയാണെന്ന് വെച്ചാൽ പറയാം, അയാളുടെ ഒരു സീക്രട്ടായ കാര്യമാണ് നമ്മൾ ശരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ പറയുകയാണ് ഇത് നിങ്ങൾക്ക് പുറത്ത് പറയാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കാര്യങ്ങളല്ല അവരുടെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും. അതർവൈസ് നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഓൾവേസ് കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരും ഈ 2 സിറ്റുവേഷൻസ് അല്ലാതെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വേറൊരു വേർഡ് യൂസ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതിലൊരു നേരത്തെ പറഞ്ഞ അക്കൗണ്ട് ബാലൻസും ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ പോലൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും നാളും പഠിച്ചിട്ടുള്ളത് നമുക്കറിയാം. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ചെയർമാന് അതിൻ്റെ കീഴിൽ NED വരും, നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിൽ അവർക്ക് മേളിൽ വരുന്ന ആൾക്കാരാണ് CEO അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ്. ആ മാനേജിങ് ഡയറക്ടേഴ്സിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നോക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പം സെയിൽസ് നോക്കുന്നവരുണ്ട്, പർച്ചേസ് മാത്രം നോക്കുന്നുണ്ട്, അഡ്മിനിസ്ട്രേഷൻ മാത്രം നോക്കുന്നുണ്ട്. അവരെ നമ്മൾ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ അവരും CEO അവരുടെ മേളിലുള്ള CEOയും കൂടി കൂടുന്നവരെ നമ്മൾ വിളിക്കുന്നത് മാനേജ്മെൻ്റ് ആയിരിക്കും. ആൻഡ് ഒരു ഓഡിറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ കാര്യം അതിലെന്തെങ്കിലും ഫ്രോഡോ എന്തെങ്കിലും ഇഷ്യൂസോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക മാനേജ്മെൻറ്റിൻ്റെ അടുത്ത്. അതായത് ഈ ഒരു CEO ED ഒക്കെ അവരുടെ അടുത്തായിരിക്കും. പക്ഷേ അവരുടെ കൂടെ തന്നെ സൂപ്പർവൈസേഴ്സായിട്ട് മാറി നിൽക്കുന്ന NEDയും അതുപോലെ ചെയർമാനും അവരറിയപ്പെടാൻ പോകുന്നത് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്നാണ്. TCWG ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്നാണ്. ഓക്കെ, അവർക്ക് നമ്മൾ സെക്കൻഡ് ടൈം ആയിരിക്കും, അതായത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥ വരുമ്പോഴായിരിക്കും നമ്മൾ അവരോട് പറയുന്നുണ്ടാവുക. ഓക്കെ, യെസ്. ആൻഡ് ഇതിന്ന് പഠിപ്പിച്ച കാര്യമല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമേ ഇന്ന് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം. ഓഡിറ്റിംഗ് എന്താണെന്നും അതിൻ്റെ അകത്ത് ക്വാളിറ്റീസ് ഓഫ് ഓഡിറ്റർ എങ്ങനെയായിരിക്കണം എന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡിങ്സും. സംടൈംസ് അതർ പേഴ്സണൽ എന്നും പറയാറുണ്ടായിരിക്കും, അത് എംപ്ലോയീസിനെയാണ്. മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് EDO CEO MD അവരൊക്കെ ആയിരിക്കും. ചെയർമാനെയും NED ഒക്കെ പറയുന്നത് ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്നാണ്. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് പോകുന്തോറും ഇതുപോലെ കുറേ സാധനമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്, പക്ഷെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തില്ല. അപ്പം അന്നേരം ഞാൻ എഴുതി വെച്ചതാണ്. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരാനുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ പഠിക്കാൻ കംപ്ലീറ്റ്ലി തിയറി ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പണിയാണിത് പഠിക്കാൻ. താല്പര്യമുള്ളവർക്ക് പ്രശ്നമില്ല, താല്പര്യമില്ലാത്തവർക്ക് ബോറടിക്കും. പക്ഷെ നമ്മൾ ബോറടിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കണമല്ലോ. സോ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കലണ്ടർ ഉണ്ടാക്കണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളൂ. സോ ബൈ.